എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ വിചിത്രമായ ഒരു കഥയാണ്. ഫാഷനെ അടിമുടി മാറ്റി ഒരുപാട് പേരുടെ മരണത്തിന് കാരണമായി, എന്നിട്ട് ഒരു മാരക രോഗത്തിന് മരുന്ന് കണ്ടുപിടിക്കാൻ വരെ സഹായിച്ച ഒരു നിറത്തിന്റെ കഥ. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? അതെ, ഇതെല്ലാം നടന്നത് ഒരൊറ്റ നിറം കൊണ്ടാണ്. അപ്പോ എങ്ങനെയാണ് വെറുമൊരു പരാജയപ്പെട്ട സയൻസ് എക്സ്പെരിമെന്റ് ഫാഷനെയും മെഡിസിനെയും എന്തിന് നമ്മുടെയൊക്കെ വാർഡ്രോബിന് വരെ എന്നേക്കുമായി മാറ്റിമറിച്ചത്? നമുക്കൊന്ന് നോക്കിയാലോ. നമ്മുടെ കഥ തുടങ്ങുന്നത് 1856-ലാണ്. വില്യം ഹെൻറി പെർക്കിൻ എന്നൊരു കെമിസ്ട്രി സ്റ്റുഡന്റ്. പുള്ളിക്ക് അന്ന് വെറും 18 വയസ്സേ ഉള്ളൂ. താനൊരു ചരിത്രം തന്നെ മാറ്റി എഴുതാൻ പോവുകയാണെന്ന് ആ പയ്യനൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. അപ്പോ എന്തായിരുന്നു പുള്ളിയുടെ ലക്ഷ്യം? മലേറിയക്ക് വില കുറഞ്ഞ ഒരു മരുന്ന് കണ്ടുപിടിക്കുക. അന്നൊക്കെ മലേറിയക്ക് ക്വിനൈൻ എന്നൊരു മരുന്നുണ്ട്. അത് കിട്ടുന്നത് സിങ്കോണ മരത്തിന്റെ തൊലിയിൽ നിന്ന്. ഭയങ്കര വിലയാ. അപ്പോൾ നമ്മുടെ പെർക്കിൻ എന്തു ചിന്തിച്ചെന്നോ, കൽക്കരിയിൽ നിന്നെടുക്കുന്ന അനിലിൻ എന്നൊരു സാധനം വെച്ച് ഈ ക്വിനൈൻ ലാബിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. അതായിരുന്നു പ്ലാൻ. പക്ഷേ പരീക്ഷണം എന്താ പറയാ, 8 നിലയിൽ പൊട്ടി. ക്വിനൈനൊന്നും കിട്ടിയില്ല. പകരം ബീക്കറിന്റെ അടിയിൽ കറുത്ത കൊഴുകഴാന്നുള്ളൊരു സാധനം മാത്രം ബാക്കിയായി. ഷെടാ, ഇതും പോയല്ലോ എന്ന് കരുതി ആൽക്കഹോൾ ഒഴിച്ചത് കഴുകാൻ നോക്കിയപ്പോഴാണ് ആ അത്ഭുതം കണ്ടത്. ആ കറുത്ത ചെളിയിൽ നിന്ന് നല്ല കിടിലനൊരു പർപ്പിൾ നിറം. ശരിക്കും അവിശ്വസനീയം. ഇതൊരു സാധാരണ നിറമല്ലെന്ന് പെർക്കിന് പെട്ടെന്ന് തന്നെ കത്തി. ഇതുകൊണ്ട് ബിസിനസ് പിടിക്കാം. പുള്ളി ഒട്ടും വൈകിയില്ല. നേരെ പോയി ആ നിറത്തിന് പേറ്റന്റ് എടുത്തു. എന്നിട്ടേ ലോകത്തിലെ തന്നെ ആദ്യത്തെ സിന്തറ്റിക് ഡൈ ഫാക്ടറി തുടങ്ങി. അതൊരു തുടക്കം മാത്രമായിരുന്നു. പ്രകൃതിയിൽ നിന്ന് മാത്രം നിറങ്ങൾ കിട്ടിയിരുന്നൊരു കാലത്തുനിന്ന് നമ്മൾ സിന്തറ്റിക് കെമിക്കൽ വ്യവസായത്തിന്റെ ഒരു പുതിയ ലോകത്തേക്ക് കാലെടുത്തു വെച്ചത് അക്ഷരാർത്ഥത്തിൽ ആ പർപ്പിൾ നിറത്തിലൂടെയായിരുന്നു. അങ്ങനെ പെർക്കിന്റെ ലാബിൽ തുടങ്ങിയ ആ പർപ്പിൾ നിറം വെറുമൊരു നിറമായി ഒതുങ്ങിയില്ല. അത് ലോകം മുഴുവൻ ഒരു കൊടുങ്കാറ്റുപോലെ പടർന്നു. പ്രത്യേകിച്ച് ഫാഷൻ ലോകത്ത്. ആ തരംഗം എങ്ങനെയുണ്ടായിരുന്നു എന്ന് നോക്കാം. അപ്പോൾ പണ്ടുകാലത്ത് പർപ്പിൾ നിറമെന്ന് പറഞ്ഞാല് ഇന്നത്തെ സൂപ്പർ കാർ പോലെയാ. രാജാക്കന്മാർക്കും വലിയ പണക്കാർക്കും മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്ന്. കാരണം എന്താണെന്നറിയോ? ടൈറിയൻ പർപ്പിൾ എന്ന ഈ നിറം ഉണ്ടാക്കിയിരുന്നത് ആയിരക്കണക്കിന് കടലൊച്ചുകളെ കൊന്നാണ്. ഭയങ്കര ചെലവുള്ള പരിപാടിയാ. പക്ഷെ പെർക്കിൻ കണ്ടുപിടിച്ച മോവ് എന്ന ഈ പുതിയ പർപ്പിൾ, അത് കൽക്കരിയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്, വളരെ തുച്ഛമായ വിലയ്ക്ക്. അതോടെ ആ രാജകീയ നിറം സാധാരണക്കാരുടെ കയ്യിലേക്കെത്തി. ഒരു ജനാധിപത്യ വിപ്ലവം പോലെ. ഈ പുതിയ നിറത്തിന് ഒരു സെലിബ്രിറ്റി എൻഡോഴ്സ്മെന്റ് കൂടി കിട്ടിയതോടെ കാര്യങ്ങളങ്ങ് മാറിമറിഞ്ഞു. സാക്ഷാൽ വിക്ടോറിയ രാജ്ഞി. അവർ തന്റെ മകളുടെ കല്യാണത്തിന് മോ നിറത്തിലുള്ളൊരു ഗൗൺ അണിഞ്ഞു. പിന്നെ പറയണോ, അതൊരു തരംഗമായി മാറി. എല്ലാവർക്കും മോ മതി എന്നായി. ആളുകൾക്ക് ഈ നിറത്തിനോടുള്ള ഭ്രാന്ത് എത്രത്തോളം ഉണ്ടായിരുന്നെന്നോ, അന്നത്തെ ഒരു മാഗസിൻ എഴുതിയത് ലണ്ടനെ മോവ് മീസിൽസ് ബാധിച്ചുവെന്നാണ്. അതായത് ഒരുതരം പർപ്പിൾ അഞ്ചാമനി. ശരിക്കും ഒരു പകർച്ചവ്യാധി പോലെയായിരുന്നു അത്. എവിടെ നോക്കിയാലും മോവ് നിറം. പക്ഷേ ഈ വർണ്ണപ്പകിട്ടിനെല്ലാം ഒരു ഇരുണ്ട വശം കൂടിയുണ്ടായിരുന്നു. തിളങ്ങുന്ന ഈ നിറങ്ങൾക്ക് പിന്നിൽ ഒളിഞ്ഞിരുന്നത് അപകടകരമായ ഒരു രഹസ്യമായിരുന്നു. എന്തായിരുന്നു അത്? മോവ് വരുന്നതിനു മുമ്പ് ഫാഷൻ ലോകം അടക്കി വാണിയിരുന്ന ചില നിറങ്ങളുണ്ടായിരുന്നു. അതിലൊന്നാണ് ഈ കാണുന്ന പച്ച. ദേഖത്തെ നല്ല ഭംഗിയുണ്ടല്ലേ? പക്ഷെ ഇത് വെറും നിറമല്ല, ഇതൊരു കൊലയാളിയാണ്. ആർസെനിക്കൽ ഗ്രീൻസ് എന്നായിരുന്നു ഇതിന്റെ പേര്. പേരിൽ തന്നെയുണ്ട് കാര്യം. ഇതിൽ നിറയെ ആർസെനിക്കായിരുന്നു. ഈ ഡ്രസ്സിന്റെ ഭീകരത എത്രത്തോളം ഉണ്ടായിരുന്നു എന്നറിയാമോ? ഒരൊറ്റ ബോൾ ഗൗണില് 20 പേരെ കൊല്ലാനുള്ള ആഴ്സനിക് വരെ ഉണ്ടാകുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. മട്ടിൽഡ ഷിയറർ എന്നൊരു പാവം പെൺകുട്ടി, വെറും 19 വയസ്സ്, ഈ വസ്ത്രങ്ങൾക്കായി കൃത്രിമ പൂക്കൾ ഉണ്ടാക്കുന്ന ജോലി ചെയ്യുകയായിരുന്നു. ആ കുട്ടി അവസാനം ആഴ്സനിക് വിഷുബാധയേറ്റ് മരിച്ചു. അങ്ങനെ ഒരു കാലമായിരുന്നു അത്. അപ്പോ നിങ്ങൾ വിചാരിക്കും, ആർസനിക് ഗ്രീൻ അല്ലേ പ്രശ്നം, മോവ് സേഫ് അല്ലേന്ന്? അല്ല. മോവ് പോലെയുള്ള പുതിയ അനിലിൻ ഡൈകളും അത്ര നിഷ്കളങ്കരൊന്നും ആയിരുന്നില്ല. അത് ശ്വസിച്ചാലും തൊലിയിൽ തട്ടിയാലും വിഷമായിരുന്നു. സ്കിന്നിൽ ചൊറിച്ചിലും വ്രണങ്ങളും ഉണ്ടാക്കി. ഫാക്ടറി തൊഴിലാളികൾക്ക് ബ്ലാഡർ ക്യാൻസർ വരെ ഇതുമൂലം വന്നു. ചില ഡൈകൾ ഉണ്ടാക്കാൻ ആർസനിക് തന്നെ ഉപയോഗിച്ചിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഭംഗിക്ക് വേണ്ടി ആളുകൾ സ്വന്തം ആരോഗ്യം പണയം വയ്ക്കുകയായിരുന്നു. എന്നാൽ ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്, അല്ലെങ്കിൽ വിരോധാഭാസം എന്ന് പറയാം, അത് വരാനിരിക്കുന്നതേയുള്ളൂ. ആളുകളെ കൊന്നുകൊണ്ടിരുന്ന ഈ കെമിക്കലുകൾ തന്നെ എങ്ങനെയാണൊരു ജീവൻ രക്ഷാ മരുന്നായി മാറിയത്? വിചിത്രമായി തോന്നുന്നുണ്ടല്ലേ? നമുക്ക് നോക്കാം. ഇവിടെയാണ് ഡോക്ടർ പോൾ എർലിക് എന്ന ശാസ്ത്രജ്ഞന്റെ വരവ്. പുള്ളിക്കൊരു കിടിലൻ ഐഡിയ തോന്നി. അതിനെയാണ് മാജിക് ബുള്ളറ്റ് തിയറി എന്നു പറയുന്നത്. സംഭവം സിമ്പിളാണ്. നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യാതെ രോഗമുണ്ടാക്കുന്ന ബാക്ടീരിയയെ മാത്രം തെരഞ്ഞുപിടിച്ചു കൊല്ലുന്ന ഒരു കെമിക്കൽ ബുള്ളറ്റ് ഉണ്ടാക്കുക. ഈ ഐഡിയ കിട്ടിയത് എവിടെന്നാണെന്നോ? ഈ ഡൈകളിൽ നിന്ന് തന്നെ. ചില ഡൈകൾ
ചില പ്രത്യേക ബാക്ടീരിയകളെ മാത്രം നിറം പിടിപ്പിക്കുന്നത് പുള്ളി ശ്രദ്ധിച്ചു. അപ്പോൾ അതുപോലെ രോഗാണുക്കളെ മാത്രം കൊല്ലാനും പറ്റില്ലേ എന്നായിരുന്നു ചിന്ത. അപ്പോൾ എർലിക്കിന്റെ പ്രോസസ്സ് ഇങ്ങനെയായിരുന്നു. ഒന്നാമതായി പുള്ളി നിരീക്ഷിച്ചു, ഈ അനിലിൻ ഡൈകൾ മനുഷ്യന്റെ കോശങ്ങളെ തൊടാതെ ചില ബാക്ടീരിയകളെ മാത്രം പിടിക്കുന്നു. അപ്പോൾ അതിനർത്ഥം കെമിക്കലുകൾക്ക് ടാർഗറ്റുകളെ തിരിച്ചറിയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ രോഗത്തെ മാത്രം ലക്ഷ്യം വെക്കുന്ന ഒരു കെമിക്കൽ ബുള്ളറ്റ് ഉണ്ടാക്കാൻ പറ്റണം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ തിയറി. വളരെ ലോജിക്കലല്ലേ? പക്ഷേ ഈ മാജിക് ബുള്ളറ്റ് കണ്ടെത്തുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. എർലിക്ക് ഒന്നിനു പുറകെ ഒന്നായി പരീക്ഷണങ്ങൾ നടത്തി. ഒന്നും രണ്ടുമല്ല, 100 കണക്കിന് കെമിക്കലുകൾ പരീക്ഷിച്ചു. എല്ലാം പരാജയം. ഒടുവിൽ 606ാമത്തെ ശ്രമം വിജയിച്ചു. അതും ഒരു ആർസനിക് സംയുക്തം തന്നെയായിരുന്നു. അതിന് സാൽവർസാൻ എന്ന് പേരിട്ടു. അന്നത്തെ കാലത്തെ ഏറ്റവും മാരകമായ അസുഖങ്ങളിലൊന്നായ സിഫിലിസിനുള്ള ലോകത്തിലെ ആദ്യത്തെ ഫലപ്രദമായ മരുന്നായിരുന്നു അത്. അപ്പോൾ പെർക്കിന്റെ കണ്ടുപിടുത്തം നമ്മളെ ഫാഷന്റെ പുതിയ ലോകത്തേക്കും എർലിക്കിന്റെ കണ്ടുപിടുത്തം പുതിയ മരുന്നുകളിലേക്കും നയിച്ചു. ഒരേ കെമിക്കലിന്റെ നല്ലതും ചീത്തയുമായ മുഖങ്ങൾ. പക്ഷെ ആ കഥ അവിടെ തീരുന്നില്ല. ആ വിഷമയമായ പാരമ്പര്യം ഇന്നും നമ്മുടെയൊക്കെ വാർഡ്രോബുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. പക്ഷേ അടുത്തിടെ നടന്ന ഒരു പഠനം കണ്ടെത്തിയതെന്താണെന്നോ? ഇന്ന് നമ്മൾ കാണുന്ന ഫാസ്റ്റ് ഫാഷൻ ബ്രാൻഡുകളില്ലേ, അതായത് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന ട്രെൻഡി വസ്ത്രങ്ങൾ, അങ്ങനെയുള്ള 5 ഡ്രസ്സ് എടുത്താൽ അതിൽ ഒന്നിൽ അപകടകരമായ അളവിൽ വിഷരാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. 5-1. അതെ, ഇന്നും നമ്മുടെ ഉടുപ്പുകളിൽ ലെഡ്, PFAS പോലുള്ള എന്നെന്നും നിലനിൽക്കുന്ന കെമിക്കലുകൾ, ഫോർമാൽഡിഹൈഡ്, അതുപോലെ ക്യാൻസറിന് വരെ കാരണമായേക്കാവുന്ന അസോഡൈകളൊക്കെ കണ്ടെത്തുന്നുണ്ട്. 19ാം നൂറ്റാണ്ടിലെ കഥയല്ല ഞാൻ പറയുന്നത്, ഇന്നത്തെ കാര്യമാണ്. ശരിക്കും ഞെട്ടിക്കുന്ന ഒരു സത്യമാണിത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് സിമ്പിൾ കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, ആവശ്യത്തിന് മാത്രം പുതിയ വസ്ത്രങ്ങൾ വാങ്ങുക. ഈ അൾട്രാ ഫാസ്റ്റ് ഫാഷൻ ബ്രാൻഡുകൾ കഴിവതും ഒഴിവാക്കുക. രണ്ടാമത്തെ കാര്യം, എന്ത് പുതിയ ഡ്രസ്സ് വാങ്ങിയാലും അത് ധരിക്കുന്നതിന് മുമ്പ് ഒന്ന് കഴുകുന്നത് വളരെ നല്ലതാണ്. പിന്നെ GOTS അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് 100 പോലെയുള്ള സർട്ടിഫിക്കേഷനുകളുള്ള വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ ഒരു പരിധിവരെ നമ്മളെ സഹായിക്കും. അവസാനമായി ഈ ഒരു വാചകം ഓർമ്മയിൽ വയ്ക്കുക. ഫാഷൻ വന്നും പോയുമിരിക്കും, പക്ഷേ ലെഡ് വിഷബാധ കൊണ്ടുണ്ടാകുന്ന ബ്രെയിൻ ഡാമേജ് അത് ജീവിതകാലം മുഴുവനുണ്ടാകും. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഫാഷൻ നല്ലതാണ്, പക്ഷേ നമ്മുടെ ആരോഗ്യത്തേക്കാൾ വലുതല്ല ഒന്നും. അതുകൊണ്ട് അടുത്ത തവണ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഡ്രസ്സിന്റെ നിറവും ഭംഗിയും മാത്രം നോക്കാതെ അതിന് പിന്നിലെ കഥ കൂടി ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും.